കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളിക്ക് ഷെഫ് എന്നാൽ ഷെഫ് പിള്ളയാണ്. ഒരുപാടധികം അദ്ദേഹത്തിൻ്റെ രുചി വൈവിധ്യങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് ഷെഫ് പിള്ളയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷെഫ് പിള്ള സമീപകാലത്തൊരു സിനിമയിലൊക്കെ അഭിനയിച്ച് അല്പം കൂടി ആ മേഖലയിലൊക്കെ കൂടി കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണോ ഈ കലോത്സവ സന്ദർശനം? അതെ അതെ, കല ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ സ്വന്തം നാട്ടിൽ വരുന്ന ഒരു വലിയൊരു കലാമേള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന 10,000-ലധികം കുട്ടികളും രക്ഷിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ആയിട്ട് വരുന്ന ഒരു വലിയ മേളയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എത്ര തിരക്കാരും അത് വന്ന് കാണുക, അതിൻ്റെ ഭാഗമാവുക. അപ്പോൾ ഇന്നലെയും ഇന്നും അതിൻ്റെ കൂടെ ഉണ്ട്. ഒരുപാട് നമുക്ക് പരിചയമുള്ളവരും അല്ലാതുള്ളവരൊക്കെ വരുന്നു. 1-2 പ്രോഗ്രാമൊക്കെ നമുക്ക് മത്സരങ്ങളൊക്കെ കാണാൻ പറ്റി, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി പഴയടം നമ്പൂതിരിയുടെ. അപ്പോൾ അതെല്ലാം പാട്ടാവുക എന്ന് പറയുന്നത് ഇതൊരു ഇനിയിപ്പോൾ കൊല്ലം പോലൊരു സ്ഥലത്ത് ഇനി ചിലപ്പോൾ ഒരു 8-10 വർഷം കഴിഞ്ഞിട്ട് ഒരു 15-ാണ്ടിലായിരിക്കുമല്ലോ ഒരു ജില്ലയ്ക്ക് ഇത് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ കൊല്ലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെ ഒരു വലിയൊരു മേളയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങ് പഠിക്കുന്ന കാലത്തെ ഒക്കെ പങ്കെടുത്തിട്ടുള്ളത് ഏതൊക്കെ ഇനത്തിലായിരിക്കും? ഞാൻ സ്കൂള് ലെവലിലും പിന്നെ സബ് ജില്ലാ തലത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. കഥാരചനയും കവിതാരചനയിലും മോണോ ആക്ടിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സബ് ജില്ലാ തലത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ ജഡ്ജസ് അതെ അതെ അതെ, സബ് ജില്ലാ തലത്തിൽ മാത്രമാണ് പങ്കെടുക്കാൻ പറ്റിയത്. സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു. സബ് ജില്ലയിൽ എന്തോ ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ പിന്നെ ജില്ലാ തലത്തിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ചുകൂടെ താല്പര്യം ഇപ്പൊ ഈ നൃത്ത ഇനങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് നൃത്ത ഇനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൂടാണ്ട് പിന്നെ എല്ലാതരം ലളിതഗാനം, ആ ഒരു രീതിയിലുള്ള മത്സരങ്ങളെല്ലാം, പിന്നെ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന മത്സരങ്ങളെല്ലാം വന്ന് കാണുക എന്നുള്ളതാണ്. നേരിലൊന്ന് മുഖം കാണിച്ചു, അത് ഏത് സാഹചര്യത്തിലായിരുന്നു? അത് ഭയങ്കര ഒരു ഇത്രയും വലിയൊരു വിജയിച്ച ഈ അടുത്ത സമയത്ത് ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആർജിച്ച ജിത്തു സാറിൻ്റെ ഒരു ചിത്രത്തിൽ ഇങ്ങനെ ഒരു ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു അവസരം, ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ട്രിവാൻഡ്രത്ത് പോയി ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കഥയോ കാര്യങ്ങളൊന്നും അന്ന് അറിയില്ല. അത് കഴിഞ്ഞ് റിലീസായ ദിവസമാണ് ആളുകളുടെ എല്ലാം മെസ്സേജ്. പെട്ടെന്ന് ഭയങ്കര സർപ്രൈസായിട്ട് ആളുകൾ കണ്ടവരെല്ലാം സർപ്രൈസായിട്ട് അത് കണ്ടിട്ട് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയക്കണം. അപ്പൊ അത് ഭയങ്കര ഹാപ്പി, പ്രധാനപ്പെട്ട ഒരു ടേൺ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞ കാരണമാണ് ലാലേട്ടനിലേക്ക് എത്തുക. ജഗദീഷ് ചേട്ടൻ അത് പല പല വക്കീലന്മാരെ കണ്ടിട്ടും ആരും എല്ലാം റിജക്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ടിപ്പ് കൊടുക്കുന്നത്. രാജശേഖര വക്കീൽ എല്ലാവരെയും വിലക്കെടുത്ത് ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു വിട്ടാണ്. അതെ. ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ കഴിച്ചു ഭക്ഷണം. ഇന്നലെ സദ്യ കഴിച്ചു, അതിൻ്റെ കൂടെ പാലട പായസം കഴിച്ചു. അതുപോലെ പഴയടം തിരുമേനിയെ പോയി കണ്ടു. അദ്ദേഹം ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ഒരു 1.5 ലക്ഷം പേർക്കൊക്കെ ഭക്ഷണം 5 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ മേഖലയിൽ നിൽക്കുക. അതൊരു 17 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ ഇമ്പ്രൂവൈസ് ചെയ്ത് ഓരോ വർഷവും അദ്ദേഹം അതിൻ്റെ മികച്ച രീതിയിൽ, ഏറ്റവും പഴയതിനേക്കാട്ടിൽ മികച്ച രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഭക്ഷണം ഇതൊരു വലിയൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളിടത്തല്ല. ഇതൊരു ഏതെങ്കിലും ഒരു വർഷം, ഇപ്പോൾ ഇത്തവണ കൊല്ലത്താണെങ്കിൽ അടുത്ത വർഷം കാസർഗോഡായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത്രയും പേർക്ക് ഇതൊരു കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈജീൻ സ്റ്റാൻഡേർഡ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മേഖലകളെല്ലാം നോക്കിയിട്ട് തുടർച്ചയായിട്ട് ഇത്രയും ഭക്ഷണങ്ങൾ ഒരു ഫാക്ടറി പോലാണ് അവിടുത്തെ പ്രൊഡക്ഷൻ. അപ്പോൾ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ പോയി കണ്ടു, ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ നോൺ വെജ് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഒരു ഭാഗത്ത് ഉന്നയിച്ചിരുന്നു. പോസിബിൾ ആണോ അത്? അങ്ങേക്ക് എന്താ തോന്നുന്നത്? അത് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ ആണ്. പക്ഷേ ഇത്രയും അധികം ഒരു 1.5 ലക്ഷം പേർക്ക് ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഗ്രൗണ്ടിൽ മത്സ്യമാംസ വിഭവങ്ങളുടെ സ്റ്റോറേജ്, അത് ഹൈജീനായിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് വളരെ ഭയങ്കര കോസ്റ്റ് കൂടിയൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇതൊരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തിയല്ലല്ലോ. ഇതിനകത്തുനിന്നൊരു ബിസിനസ് അല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നമ്മുടെ സാധാരണ ടാക്സ് പേയേഴ്സിൻ്റെ മണി എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റിൽ നിന്ന് ഏറ്റവും മികച്ച ഭക്ഷണം 1.5 ലക്ഷം പേർ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു പച്ചക്കറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരിക്കലും ഇതിനകത്തൊരു നോൺ വെജ് വിഭവങ്ങൾ. ഇനി കാലക്രമേണ ഇതിന് കുറേ കൂടെ ബഡ്ജറ്റ് വരികയാണ്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം വെജ് ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നോൺ വെജ്, പക്ഷേ പച്ചക്കറികൾ വേഗം ചീത്തയാവാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരു മത്സ്യമാംസം 1.5 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരു 25,000 പേർക്കുള്ള മീറ്റ് കരുതി സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സംവിധാനത്തിന് ഒരു വലിയൊരു ചിലവ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും വേദിയിലൊക്കെ പോകാൻ പറ്റിയോ? ഏതെങ്കിലും വേദിയിലേക്ക് പോകാൻ പറ്റിയിരുന്നോ ഇന്നലെയൊക്കെ? ഇന്നലെയൊക്കെ 1-2 വേദികളിൽ പോയി അങ്ങനെ മത്സരങ്ങളെ കണ്ടു. ഓട്ടംതുള്ളലൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊക്കെയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലംകാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കുറച്ച് പരാതികൾ, നിങ്ങൾ അടിപിടിയുടെ ആളുകളാണ്, അത് ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊല്ലം ജില്ലയെ കുറിച്ചിട്ടുള്ള
ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളുകളും അതൊരിക്കലും ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഓവർ ഹൈപ്പായി കൊല്ലം നഗരം ഒരു വളരെ മോശപ്പെട്ട ജില്ലയാണെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാക്കാനൊക്കെ ഒരു കാരണമായി. ശരിക്കും അങ്ങനെയല്ല. കേരളത്തിലെ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കായലും കടലും അതുപോലെ ഒരു പുഴയായാലും ഇവിടെ ഇപ്പോൾ അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട തടാകം, കല്ലടയാറ്, പാലരുവി, അപ്പോൾ കായൽ, കുളം, എന്തൊക്കെ ഒരു ജലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ളൊരു സ്ഥലം, കാട്, മല, ഇതൊക്കെയുള്ള ഒരു വളരെ സുന്ദരമായ നല്ല ഭക്ഷ്യ, അതേപോലെ ഏറ്റവും കൂടുതൽ നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്ന ആളുകൾ വന്ന് കാണാനും ഈ നാടെന്താണെന്ന് അറിയാനും കൂടെ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ കേരളത്തിലുള്ള ഒരു 15,000 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ വന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഒരു അവസരം കൂടാണ് കൊല്ലം മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഷെഫ് പിള്ള ഇങ്ങനെ അടുത്ത് കിട്ടിയതിൽ. നമ്മൾ അദ്ദേഹത്തിന്റെ ഫിഷ് നിർവ്വാണയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കഴിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയും കൂടെയാണ് അല്ലേ. അപ്പോൾ കോഴിക്കോടൊക്കെ അടുത്ത പ്രൊജക്റ്റുകൾ അദ്ദേഹം പദ്ധതി ഇടുന്നുണ്ട്. എന്തായാലും തൻ്റെ നാട്ടിൽ കലോത്സവം എത്തുമ്പോൾ അത് എങ്ങനെ മിസ് ചെയ്യും എന്നുള്ളത്, ഒരു നല്ല ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അത് എങ്ങനെ മിസ് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ 2 ദിവസവും തിരക്കുകൾക്കുള്ളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നത്. രാജീവ് സുദേവനൊപ്പം കൊല്ലത്തുനിന്ന് നിഖിൽ പ്രമേഷ്, 24.